കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ സതീശൻ അനുകൂല ഫ്ലക്സ് ടീം UDF എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. നിങ്ങളില്ലാതെ പിന്നെ ആര് എന്നാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. സലാം മുഹമ്മദ് ഉണ്ട്. സലാം, വിശദാംശങ്ങൾ. ജിൽസി, ഈ KPCCയുടെ ഉത്തരവ് കൊണ്ടൊന്നും അണികളെ നിയന്ത്രിക്കാനാകുമെന്ന് തോന്നുന്നില്ല. അത്തരം കാഴ്ചകളാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ തന്നെ കാണുന്നത്. ഇന്ന് രാവിലെ കോഴിക്കോട് വെള്ളിപ്പറമ്പ് 6-2 സ്ഥാപിച്ച ഫ്ലെക്സ് ആണ് നമ്മൾ കാണുന്നത്. നിങ്ങളല്ലാതെ പിന്നെ ആര് VDS എന്ന് പറഞ്ഞുകൊണ്ട് ടീം UDF എന്ന പേരിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. UDF റസാഖ് മസർ എന്ന് പറയുന്ന കുന്നമംഗലത്തെ സ്ഥാനാർത്ഥിയുടെ ഓഫീസായിരുന്നു. അതിന് സമീപത്ത് തന്നെയാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇവിടെയുള്ള ആളുകൾ ചേരുന്നുണ്ട്. ഇതാരാണ് ഈ ഫ്ലെക്സ് വെച്ചത്? നമ്മുടെ UDFിൻ്റെ ആളുകൾ തന്നെയാണ്. കാരണം ശക്തമായി ഇതിന് പണിയൊക്കെ എടുത്ത ആളുകൾ തന്നെയാണ്. കാരണം നമ്മുടെ ഈ 5 വർഷക്കാലം ഈ ടീം UDFിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഈ ഭരണം കിട്ടാൻ വേണ്ടി ഏറ്റവും പിന്നിൽ നിന്ന ഒരു കോൺഗ്രസിനായത് UDFിനെ മുന്നോട്ട് നയിച്ചൊരു നേതാവാണ് നമ്മുടെ VDS. ഹൈക്കമാൻഡ് VD സതീശനല്ലാതെ മറ്റൊരാളെ തീരുമാനിച്ച എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? വ്യക്തമായ മനസ്സിലെ ജനവികാരം, ഒരു പാർട്ടിയുടെ വികാരം മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ വികാരം തന്നെയാണ് VDS എന്ന് പറഞ്ഞാൽ. കാരണം ഒരു സാധാ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം സാധാ ജനങ്ങൾ, പാർട്ടിക്കാർ എന്നുള്ളതല്ല, UDF എന്നുള്ളതല്ല, ഏത് വിഭാഗക്കാരും എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് നമ്മുടെ VDS. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയെ വരണമെന്നാണ് ഇവിടുത്തെ സാധാ ജനങ്ങളുടെ വികാരം. എന്തുകൊണ്ടാണ് VDS പിന്തുണക്കുന്നത്? എന്തുമല്ലോ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇങ്ങനെയാക്കി എടുത്തത്. സതീശനല്ല മറ്റൊരാൾ മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് വേറൊരാളെ തീരുമാനിച്ച എന്തായിരിക്കും പ്രതികരണം? ഒരു തീരുമാനമല്ല. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. ഈ ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള മുഖ്യ പങ്ക് വഹിച്ച ആൾ VD സതീശനാണ്. VD സതീശനല്ലാതെ മറ്റൊരു കെട്ടിയിറക്കിയ ഒരു നേതാവിന് ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതെ. പഴയ കാലം ഗ്രൂപ്പുകളെ പിന്തുണക്കാറുണ്ടോ? പണ്ട് മുതലേ കരുണാകരൻ മന്ത്രിസഭയുള്ള കാലം മുതലേ ഇവിടെ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് ഇപ്പോൾ അതിനൊക്കെ കുറെ മാറ്റം. ഇല്ല, ഒരിക്കലും ഇല്ല. ഗ്രൂപ്പിനെതിരാണ്. ഗ്രൂപ്പ് കൊണ്ട് ഒരു വിജയം കേരളത്തിൽ കോൺഗ്രസിന് നേടാൻ കഴിയില്ല. അതുകൊണ്ടാണോ VD സതീശനെ പിന്തുണക്കുന്നത്? തീർച്ചയായും അല്ല, അതുകൊണ്ട് മാത്രമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പങ്ക് വഹിച്ച ആൾ VD സതീശനാണ്. VD സതീശൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഇന്ന് UDFന് ഇത്രയും സീറ്റ് കിട്ടിയത്. മാത്രമല്ല, ഇവിടെ കേരളത്തിൽ 100 സീറ്റ് എന്ന് പറയുന്നത് VD സതീശനല്ലാതെ ഒരു കോൺഗ്രസ് നേതാക്കളും ഇതുവരെ പറഞ്ഞിട്ടില്ല. 100 സീറ്റ് എല്ലാവരും 80, 75 ഇങ്ങനല്ലാതെ. മാത്രമല്ല, 100 സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന ഒരു വ്യക്തി VD സതീശൻ മാത്രമാണ്. ഇതാണ് ഇവിടെ നാട്ടുകാരുടെ പ്രതികരണം. പ്രായമുള്ളവരും യുവാക്കളും ഒക്കെ തന്നെ VD സതീശനെ പിന്തുണച്ചുകൊണ്ടാണ് അവർ രംഗത്തെത്തുന്നത്. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രൂപ്പുകൾക്ക് അതീതമായിക്കൊണ്ട് ജനങ്ങളുടെ വികാരം ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വവും കണക്കിലെടുക്കണം. അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണ്. ആ രീതിയിൽ പ്രവർത്തിച്ചവരാണ്. അവർ മുന്നിൽ കണ്ടത് കോൺഗ്രസ് ഒരു പക്ഷേ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ കോൺഗ്രസിന് ജനവികാരം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇനി എന്തായാലും ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഈ ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലെ ഹൈക്കമാൻഡ് എത്തോ, അതല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങളിലുള്ള ശക്തി ആർജിച്ച ആൾക്കാണോ പിന്തുണ ഹൈക്കമാൻഡ് ഉണ്ടാകുക എന്നുള്ളതൊക്കെ തന്നെ വരും മണിക്കൂറുകൾ നമുക്കറിയാം. ജിൽസി.